ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. പലപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടാറുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് അതിൻ്റെ ചർച്ചകളും എത്താറുണ്ട്. സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. അവർ പറയുന്ന ഓരോ കാര്യവും സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണെന്നും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്ക ഇന്നലെ യുവജനോത്സവ വേദിയിൽ നടത്തിയ സിഗരറ്റ് പ്രസംഗമാണ്. ഹലോ, വെൽക്കം ടു ജംഗിൾ വൈൻസ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മമ്മൂക്ക ഇതിനു മുമ്പ് ജൂഡ് ആന്റണി ജോസഫിനെ പറ്റി പറഞ്ഞതും തന്നെ എല്ലാവരും ചക്കര എന്നാണ് വിളിക്കുന്നത്, പഞ്ചാര എന്നാരും വിളിക്കുന്നില്ല എന്ന് തമാശയായിട്ട് പറഞ്ഞതുമൊക്കെ നൂല് പൊട്ടിയ പട്ടം പോലെ എവിടെയൊക്കെ പോയി എന്തൊക്കെയായി ചർച്ചയായി ബഹളമായി ആകെ കോലാഹലമായതായിരുന്നു. അതുപോലെ ഒന്നാണ് ഇന്നലെ യുവജനോത്സവ വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും. മുൻപത്തെ കുട്ടികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലെ വിവേചനരഹിതമായ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത ഉദാഹരണമാണ് ഇവിടെ പ്രശ്നമായത്. അദ്ദേഹം പറഞ്ഞത് കോളേജിന്റെ ഗേറ്റിൽ നിന്ന് താൻ കത്തിക്കുന്ന സിഗരറ്റ് ക്ലാസ് എത്തുമ്പോഴേക്കും പല ചുണ്ടുകളിലൂടെ മാറി മറിഞ്ഞ് അവസാനത്തെ പഫാകുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അതിനിടയ്ക്ക് ആരൊക്കെയാണ് വലിച്ചതെന്നോ അവർ ആരൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്നോ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ ഒരു വിവേചനരഹിതമായ കാഴ്ചപ്പാടുള്ളവരാണ് കുട്ടികളെന്നും അവർ വളർന്നു വരുമ്പോഴേക്കും അവരുടെ ഉള്ളിൽ മതജാതി ചിന്തകളും വർഗ ചിന്തകളും മറ്റ് വിവേചനങ്ങളും കുത്തിനിറക്കുകയാണ്, അല്ലെങ്കിൽ ആരൊക്കെയോ അടിച്ചേൽപ്പിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ പറഞ്ഞ ഉദാഹരണവും ആ പറഞ്ഞ വേദിയും തെറ്റായിപ്പോയി എന്ന് വേണം കരുതാൻ. കാരണം മമ്മൂക്കയെ പോലൊരു സെലിബ്രിറ്റി, സമൂഹത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള, സമൂഹം നോക്കിക്കാണുന്ന ചെറുപ്പക്കാരും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും മാതൃകയായി കാണുന്ന ഒരു വ്യക്തി താൻ സിഗരറ്റ് വലിച്ചിരുന്നു എന്ന കാര്യം പറയുമ്പോൾ, താൻ കോളേജ് കാലത്ത് സിഗരറ്റ് വലിച്ചിരുന്നു എന്ന കാര്യം പറയുമ്പോൾ, അദ്ദേഹം കുറച്ച് വർഷങ്ങളായി സിഗരറ്റ് വലി നിർത്തിയിട്ട് അദ്ദേഹം സ്മോക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്മോക്ക് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു മാതൃകയാവുകയാണ് കുട്ടികൾക്ക്. അത് പറയുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, പക്ഷേ ആ അമ്പ് ചെന്ന് തറച്ചത് മറ്റൊരിടത്താണ്. അദ്ദേഹം വളരെ കൂളായിട്ട് സിഗരറ്റ് വലിക്കുന്ന കാര്യത്തെപ്പറ്റിയും സിഗരറ്റ് പാസ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയും പറയുമ്പോൾ കുട്ടികൾക്കും തോന്നാം ഇതൊരു തെറ്റായ കാര്യമല്ല, തങ്ങൾ ആരാധിക്കുന്ന തങ്ങളുടെ ആരാധനാ പുരുഷൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങൾക്കും ചെയ്യാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉടലെടുത്താൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. ഇവിടെ അറിയാതെ സിഗരറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറുകയാണ് ശ്രീ മമ്മൂട്ടി. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗം ഒരു ചർച്ചയായി മാറുന്നതും അതിന് ചിലരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും. അദ്ദേഹം തെറ്റായ ഒരു ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അത്ര ഡീപ്പായി ചിന്തിക്കാതെ പറഞ്ഞതാണ്, ശരി തന്നെ. പക്ഷേ ഇതേപോലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള, ഇതേപോലെ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇത് പറയുമ്പോൾ അതിൻ്റെ പരിണതഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ട ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ ചെന്നെത്തുന്നത്. നമ്മൾ തൊടുക്കുന്ന അമ്പ് അതിൻ്റെ ലക്ഷ്യം തെറ്റി മറ്റൊരു സ്ഥലത്ത് തറയ്ക്കാം. ഇവിടെ സംഭവിച്ചതുപോലെ എവറി കോയിൻ ഹാസ് ടു സൈഡ്സ്. ഇറ്റ് ഈസ് ഫോർ us to decide which side to choose. എല്ലാ നാണയങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. അതിൽ ഏത് വശം തിരഞ്ഞെടുക്കണമെന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ചാവല്യം നിറഞ്ഞ ബാലമനസ്സുകൾക്ക് മുന്നിൽ മമ്മൂക്ക എന്ന അതുല്യ കലാകാരൻ, അവർ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം ഇത് പറയുമ്പോൾ, സിഗരറ്റിനെ പറ്റി പറയുമ്പോൾ നാണയത്തിൻ്റെ തെറ്റായ വശം അവർ തിരഞ്ഞെടുക്കാൻ സാധ്യത കൂടും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. താങ്ക് യു.